ഇന്ത്യൻ സൈന്യം പിന്തുടരുന്നത് സീതയെ രക്ഷിക്കാൻ അശോകവനിയിൽ എത്തിയ ഹനുമാൻ കാണിച്ച മാതൃക. എന്നെ ഉപദ്രവിച്ചവർക്ക് പകരം അവരെ മാത്രമേ ഞാൻ ഉപദ്രവിച്ചുള്ളൂ എന്ന് അശോകവനിയിൽ സീതയെ രക്ഷിക്കാൻ എത്തിയ സമയത്ത് ഹനുമാൻ പറഞ്ഞു. അങ്ങനെ ഹനുമാൻ കാണിച്ച മാതൃകയാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം ചരിത്രം സൃഷ്ടിച്ചു എന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഓപ്പറേഷൻ നടന്നത് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിരപരാധികളെ കൊന്നൊടുക്കിയവരെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. നമ്മുടെ സേന തീവ്രവാദ ക്യാമ്പുകൾ തകർത്തുകൊണ്ട് പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകി. നമ്മുടെ സായുധ സേനയെ ഞാൻ പ്രശംസിക്കുന്നു. ഏപ്രിൽ 22-ന് നമ്മുടെ സാധാരണക്കാരെ കൊന്നവരെയാണ് വധിച്ചത്. പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരൻ പോലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. പിന്തുണച്ച പ്രധാനമന്ത്രിക്ക് നന്ദി. തിരിച്ചടിക്കാനുള്ള അവകാശമാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം അവരുടെ വീറും ധൈര്യവും പ്രകടിപ്പിച്ചു. പുതിയ ചരിത്രമാണ് കുറിച്ചത്. വളരെ കൃത്യതയോടെ ജാഗ്രതയോടെ നടപടി സ്വീകരിച്ചു. ഇന്ത്യൻ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നു. സ്വന്തം മണ്ണിൽ നടന്ന ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം അതാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത്. തീവ്രവാദികളുടെ മനോവീര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോക രാജ്യങ്ങളെയും അമ്പരപ്പിച്ച ആക്രമണമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പെഹൽഗാം ഭീകര ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു. എങ്കിലും ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ 23 സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായാണ് പാക് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്തു നിന്നും റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുത്തിടാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നതാണ്. ഫ്രാൻസിന്റെ റാഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയതിന് ഇന്ത്യയോട് ഫ്രാൻസും ഇനിയെന്നും കടപ്പെട്ടിരിക്കും. ഉക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലെബനനിലും ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ സാധിക്കുകയില്ല. ഇവിടെ ആണവരാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരു ആണവരാജ്യമായ ഇന്ത്യ കടുത്ത പ്രഹരം കൊടുത്തിരിക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും ഒരു ആണവരാജ്യത്തെ മറ്റൊരു ആണവരാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല. ഉക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും ആണവരാജ്യമല്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചത്. ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ്. പെഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടി ഉണർത്തുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇനി ചരിത്രത്തിന്റെ ഭാഗമാണ്. കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ 14 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരം. കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും അറിഞ്ഞു കാണും. ചുരുങ്ങിയത് 100 ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിലും എത്രയോ ഇരട്ടി പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 7 പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.